പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിൻ്റെ വഴികൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. പലരും ആലോചിച്ചുറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോണവരുണ്ട്. ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി. കർത്താവേ, ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകുന്ന ഈശോയെ, അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിതോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചനകൾ വ്യർത്ഥമാകും.
അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ. അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ, അത് അങ്ങ് ആഗ്രഹിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ തൊഴിൽ സംരംഭങ്ങൾ ആശീർവദിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ടുമുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ, നിൻ്റെ 100% നിൻ്റെ കഴിവിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായിപ്പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിൻ്റെ കൃപ കൊണ്ട് സംഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. മത്തായി 6:26. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇപ്പൊ നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്? ഞാൻ ആൾക്കാർ വഴിമുട്ടി, അളമുട്ടി, ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ, നിങ്ങളെ ആസ്തിഭദ്രകൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഈ അടുത്തതാണ്. അതെടുത്ത് യോഹന്നാൻ 4:38. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. ചില സമയത്ത് അങ്ങനെ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ച കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും, അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ നമുക്ക് ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്താ പറയണത്? അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞത്, അതിന് ഹ്യൂമിലിറ്റി വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അങ്ങനെ ടോക്ക്. ഹ്യൂമിലിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. അതുകൊണ്ടാണ് അമ്മ പറയണത്, അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ, എൻ്റെ എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ. ആ ആനന്ദത്തിൻ്റെ കാരണം എന്താ? അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കണം പാർത്തതാണ്. ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം. അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത്. ലുക്ക 1:46-47. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് അവന്റെ കാരണം. എന്താ? ലുക്ക 1:48 എന്താ പറയണേ? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എൻ്റെ ദൈവത്തിലെ
ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ്. അത് എന്ത് കിട്ടിയാലും അവർ തന്നു, അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത്, ഇവർ തന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേ അത് അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, ബാക്കി തന്നതാണ്. ഇങ്ങനെ ഒന്നും ആരെയും താത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തെ കാണും. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് താഴ്മയോടെ അംഗീകരിക്കണം. ബൈബിൾ അംഗീകരിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി. അപ്പോൾ ഞാൻ സെമിനാരിൽ പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സെമിനാരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. പക്ഷേ അപ്പൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. പിന്നീട് അത് മനസ്സിലാക്കി. ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത്. അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ്. അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല, അപ്പനില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന്, ആലപ്പുഴ 10-32 കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം. എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖ മാത്രമാണ്. എനിക്കന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈടുവിട്ട് പ്രാർത്ഥനകളാണ്. നമ്മൾ നമസ്കാരമില്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും. എന്താ കാര്യം എന്നറിയാവോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്തിൽ ജനിച്ചതെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരായിരുന്നു. ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം. അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും. അത് 6 വയസ്സിലോ 7 വയസ്സിലോ പഠിച്ച സംഭവമാണത്. പക്ഷേ അതൊരു 10ാം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെമിനാരി വന്നതിന് ശേഷമാണ് ഞാൻ ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ജപമാല വലിയ ഇൻസ്ട്രുമെൻ്റ്. പക്ഷേ ഈ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എക്സ്റ്റൻഷനാണ്. കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ജപമാല. ആദ്യം ജപമാലയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ജപമാല ഒരു 12ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ്. പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ്, ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ മറിയം ഗർഭം ധരിച്ചതും കന്യാമറിയത്ത് നാം പിറന്നു എന്ന കാര്യം നമ്മൾ മംഗളവാർത്ത ദിവസം അവരും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമറിയത്ത് വിശ്വാസപ്രമാണം കന്യാമറി ജനിച്ചതെന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തെ റെഡ് മാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? കന്യാമറിയത്ത് ജനിച്ചു എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന്. അപ്പം ഞാൻ തലയല്ല കുനിക്കണത്, ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കും. അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കന്യാമറിയത്ത് ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം, ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും
അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് ഈ കന്യാമറിയിൽ നിന്ന് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിലാണ്. അത് ദൈവത്തോട് 1000 ഹൃദയത്തോടെ നമ്മൾ നമ്രശിരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല. അത്രയും വലിയ രഹസ്യമാണത്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ വലിയ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ ചാരങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ ആഴ്ചകളിലെയും ചൊവ്വാഴ്ചകളിലെയും ധ്യാനങ്ങളും ഓൺലൈൻ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ
മറിയമേ, തമ്പുരാന്റെ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. എൻ്റെ പേര് ജിബി ജോർജ്. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് 11, 2023 എൻ്റെ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് എക്സാമിന് മുന്നായിട്ട് വന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത്. ഫസ്റ്റ് ഇയർ എക്സാമിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു റിസൾട്ട് അല്ലായിരുന്നു. അന്നേരം അതിന് മുന്നായിട്ട് അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ബാക്കി ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് സെക്കൻഡ് ഇയർ എക്സാമിന് മുണ്ടായിട്ട് വന്നാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ്. എൻ്റെ ഫോർത്ത് ഇയർ എക്സാമിന് അമ്മ മാതാവ് നൽകിയ വലിയ വിജയത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ ഇയറിലും ഞാൻ ഹോൾ സിലബസ് ഒരു വട്ടം നോക്കി റിവൈസ് ചെയ്തിട്ടൊക്കെയായിരുന്നു പോകുന്നത്. ഫോർത്ത് ഇയറിൽ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ പോയപ്പം അറൗണ്ട് 10 days മാത്രമേ ഇനി എക്സാമിനുള്ളായിരുന്നു. അപ്പം മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു, സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ മാതാവ് ഇടപെട്ടാലേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വചനം എഴുതിയിട്ടായിരുന്നു പഠിക്കുന്നത്. അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടും വചനം എഴുതുമായിരുന്നു. ഇപ്പോഴും ഞാൻ വചനം ഡെയിലി എഴുതും. അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എക്സാമൊക്കെ നന്നായിട്ട് എഴുതി. ഞാൻ ഓരോ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നാവിൽ കുരിശ് അടയാളത്തിൽ വരച്ച് അത് കഴിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളത്തിൽ വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എല്ലാ എക്സാമിനും മുന്നായിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ തന്ന കാശുരൂപവും ധരിച്ചുകൊണ്ടാണ് എക്സാമിന് പോയത്. അതുപോലെ ഹോൾ ടിക്കറ്റ് കിട്ടിയ സമയം മുതൽ ഞാൻ എൻ്റെ ഉടമ്പടി പത്രികയോട് ചേർത്ത് വെച്ച് തിരി കത്തിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഇത് കണ്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കയ്യിൽ കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് എൻ്റെ ഉടമ്പടി പത്രികയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റിയത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ എക്സാമിന് മുന്നേ ഒരു ദിവസമേ ഉള്ളായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം അന്ന് പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരുമായിരുന്നു. പഠിക്കാനിരുന്നിട്ട് പറ്റുന്നില്ല. അപ്പം അപ്പം ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ. പക്ഷേ എനിക്ക് ഇരുന്നിട്ട് വീണ്ടും ഞാൻ ഉറങ്ങി പോവുകയാണ്. അപ്പം ആകെ ആ ഒരു രാത്രി മാത്രമേ ഉള്ളൂ ഇനിയും പഠിക്കാൻ. അന്നേരം മാതാവിനോട് ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പഠിച്ചു. അന്നേരം ഇങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തന്നു. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു. അന്നേരം മാതാവ് അങ്ങനെ എൻ്റെ കാണിച്ചു തന്നില്ലായിരുന്നു, ഞാനത് ഉറപ്പായിട്ടും നോക്കാതെ പോകത്തുള്ളായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എക്സാമിന് ഹോളിലിരുന്നപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നു. അത് കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഓർമ്മയിൽ എനിക്കത് നന്നായിട്ട് എഴുതാൻ പറ്റി. അങ്ങനെ മാതാവ് കാണിച്ചു തന്നതാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് ഞാൻ ഉടമ്പടി തൈലം രജിസ്റ്റർ നമ്പർ എൻട്രി ചെയ്തിട്ട് ഉടമ്പടി തൈലം സ്ക്രീനിൽ ഇങ്ങനെ കുരിശ് വരച്ച് ആണ് എൻ്റെ റിസൾട്ട് നോക്കിയത്. റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് ക്ലാസ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സ് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം സഹായിക്കും. എൻ്റെ അടുത്ത് ആര് ചോദിച്ചു വരുന്നോ അവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ക്ലാസ്സിനൊക്കെ പോകുമ്പം ബസ്സിലൊക്കെ സഹായം ചോദിച്ചു വരുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ടൈമിൽ
പാലിയേറ്റീവ് വാർഡിൽ പോസ്റ്റിംഗ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരെയും മനസ്സോടെ സഹായിക്കാനൊക്കെ കഴിഞ്ഞു. പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സഹായിച്ചു ഉടമ്പടി എടുത്തത് വഴി. എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി കാണും, അത് സ്റ്റാറ്റസ് ഇടും. എക്സാം പോകുന്നതിന് മുന്നേ ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടിട്ടായിരുന്നു പോകുന്നത്. അപ്പം അതിലന്ന് അച്ഛൻ പറയുന്ന മെസ്സേജ് എന്നോട് പറയുന്ന പോലെയായിരുന്നു എല്ലാ ദിവസത്തെയും. അതുപോലെ വചനം എടുക്കുമ്പോഴും എക്സാമിന് പോകുന്നതിന് മുന്നേ വചനം എടുത്തിട്ടായിരുന്നു പോകുന്നത്. അതും ഈശോ എന്നോട് സംസാരിക്കുന്ന പോലത്തെ വചനങ്ങളായിരുന്നു ലഭിക്കുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇപ്പം ഞാൻ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എന്നെ അടുത്ത സാക്ഷ്യം പറയാൻ മാതാവ് ഇടയാക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായവ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജിബി ജോർജ് എന്ന ഈ മകൾ തൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് അതിൻ്റെ പ്രതിസന്ധിയിൽ അകപ്പെട്ട നാളുകളിലാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം എൻ്റെ പഠന മേഖലകളിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, എൻ്റെ ഉടമ്പടി ധ്യാനത്തിലുള്ള പങ്കുചേരൽ, എൻ്റെ പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസം, അതൊക്കെ എൻ്റെ കൂട്ടുകാരെ സ്വാധീനിക്കുകയും അവരും ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടിയെന്നും കൃപാസനമെന്നും മാതാവിനുള്ള ഭക്തിയെന്നും ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർ കൂടി ഞാൻ നടക്കുന്ന വഴികളിലൂടെ എൻ്റെ ഈ കൃപാസനം ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വാസ വഴികളിലൂടെ അവരെ കൂട്ടുവാൻ കൂടി എനിക്ക് സാധിച്ചു. ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിത്തീരുന്നു. നമ്മൾ ഒന്നും ഒളിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല, മുറിക്കകത്തിരുന്ന് ചെയ്യുന്നതുമല്ല. നമ്മൾ ലോകത്തിൽ എല്ലാവരോടും പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യവും ലക്ഷ്യവും. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ വചനം വായിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ, അനുദിന വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ, തുടർച്ചയായി 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുമ്പോൾ അവർ ലോകത്തോട് കൊടുക്കുന്ന സാക്ഷ്യം, ഇത് ലോകവസ്തുക്കളിലും ലോകമോഹങ്ങളിലും ലോകകാര്യങ്ങളിലുമല്ല എൻ്റെ ജീവിതം വേരുറപ്പിച്ച് ഞാൻ നിർത്തുക, മറിച്ച് എന്നെ സൃഷ്ടിക്കുകയും നാളിതുവരെ പരിപാലിക്കുകയും ഇപ്പോഴും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവ പരിഹരിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവായ ക്രിസ്തുവിലാണ് എൻ്റെ ജീവിതത്തെ ഞാൻ വേരുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം അത് വേഗത്തിലാക്കുവാനും സൂക്ഷ്മതയോടുകൂടി അത് എന്നും കൊണ്ടുപോകുവാനും എന്നെ സഹായിക്കുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതമാണ്. അമ്മയോട് ചേർന്ന് ഞാൻ നടക്കുമ്പോൾ എൻ്റെ കുറവുകൾ കൂടി ഏറ്റെടുത്ത് അമ്മ എനിക്ക് താങ്ങാവുന്നു, എനിക്ക് വേണ്ടി എന്നെ സഹായിക്കുന്നു. അതാണ് മകളുടെ സാക്ഷ്യത്തിൽ പറയുക, എൻ്റെ കൂട്ടുകാർ പതിയെ പതിയെ എൻ്റെ കൂടെ കൂടി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒപ്പമെത്തി. അവരുടെ ഹോൾ ടിക്കറ്റുകൾ പരീക്ഷയുടെ സമയത്ത് എൻ്റെ ഉടമ്പടി പേപ്പറിനൊപ്പം വയ്ക്കുവാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിന് മുഴുവനും ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. 4ാം വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവ് അനുവദിക്കുകയും ചെയ്തു. ഒരുമിച്ച് നിന്ന് അമ്മയുടെ അരികിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ ധൈര്യത്തോടുകൂടി സുവിശേഷത്തെ പ്രഘോഷിക്കുന്നുവോ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അമ്മ മാതാവ് വിശ്വാസത്തിൻ്റെ വെളിച്ചം, ഭൗതിക നന്മയുടെ അനുഗ്രഹം, ഒപ്പം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ എനിക്കൊരു പേടിയുമില്ലായിരുന്നു, സങ്കടവും നാണവുമില്ലായിരുന്നു. ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യുമായിരുന്നു. വിശ്വാസ കൈമാറ്റത്തിന് ഞാൻ ഒരിക്കലും എന്നെ തന്നെ ഞാൻ പുറകോട്ട് വലിച്ചിട്ടില്ല. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞാൻ ഒരിക്കലും പുറകോട്ട് മാറിയിട്ടില്ല.
എനിക്ക് ലഭിക്കുന്നതൊക്കെയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. അതുപോലെ എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നല്ല വിജയം നേടുവാൻ സാധിക്കില്ല, ജയിക്കാൻ പോലും ഒരുപക്ഷെ സാധിക്കില്ല. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, ഈശോയുടെ കരുണയാൽ എൻ്റെ ഈ പഠന മേഖലകളെ വിജയിപ്പിക്കണമേ എന്ന് നിരന്തരം ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതാണ് മകൾ പറയുന്ന ഒരു സൂചന. ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേ ദിവസം ഒരു ചോദ്യം ഇങ്ങനെ അമ്മ മാതാവ് കാണിച്ചു കൊടുക്കുന്നു. അന്ന് വരെ പഠിക്കാത്തൊരു ഭാഗം അന്ന് മകളത് ഒന്ന് ഓടിച്ചു നോക്കുന്നു. മാതാവ് ഇങ്ങനെ കണ്ണിലെടുത്തു വെച്ചതുകൊണ്ട് ആവർത്തിച്ച് വായിക്കുന്നു, മനസ്സിലൊന്ന് ഉറപ്പിക്കുന്നു. അടുത്ത ദിവസം ചെല്ലുമ്പോൾ അത് തന്നെ അതുപോലെ പ്രധാന ചോദ്യമായിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നു. ഇത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ദൈവത്തിൻ്റെ കരം പിടിക്കുന്നവരെ ദൈവം ചേർത്ത് പിടിച്ച് കരുതുന്നതിൻ്റെ അടയാളമാണത്. നമുക്ക് തരുന്ന ചില സന്ദേശങ്ങൾ, ചില പ്രചോദനങ്ങൾ, ചില വ്യക്തികളുടെ ഇടപെടലുകൾ, അതൊക്കെയും നമ്മോട് പറയും ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവാനുഗ്രഹമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവാനുഗ്രഹമുണ്ട്. ഇന്നലെ വരെ പഠിക്കാത്തത് ഈ പരീക്ഷയുടെ അവസാന മണിക്കൂറിൽ എന്തിന് പഠിക്കണം എന്ന് കരുതി അവൾ ആ പേജ് മറിച്ചിരുന്നെങ്കിൽ വരാനിരുന്നൊരു അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്തതുപോലെ ആകുമായിരുന്നു. മകൾക്ക് തോന്നി ഇതിപ്പോൾ കണ്ണിൽ കാണേണ്ടതല്ല, എങ്കിലും മാതാവ് കാണിച്ചു തന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നു, അതെൻ്റെ പരീക്ഷയ്ക്ക് അനുഗ്രഹമായി പരിണമിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ദൈവം സംരക്ഷിച്ചൊരുക്കുന്ന വഴികളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ദൈവമൊരുക്കുന്ന വഴികളിൽ സഞ്ചരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇതൊരിക്കലും നമുക്ക് ഭാരമോ ക്ലേശമോ സങ്കടമോ ഒന്നുമല്ല. ഇതെപ്പോഴും നമുക്ക് ആശ്വാസവും സംരക്ഷണവും അനുഗ്രഹവുമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കും നമുക്ക് എന്നും മാതാവിനോട് ചേർന്ന് പറയണം, അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ എൻ്റെ ജീവിതം ഓരോ നിമിഷവും സന്നദ്ധമാണ്. ക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുവാൻ, വചനം വായിക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം എന്നും ഫലമുള്ളതായിരിക്കും, നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കും. അമ്മ മാതാവ് ഈ മകൾക്ക് ലഭിച്ച ഈ അമ്മ മാതാവിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.